എല്ലാ ദിവസവും രാവിലെ സങ്കീർത്തനങ്ങൾ കേൾക്കുന്നതിനായും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സങ്കീർത്തനങ്ങൾ അധ്യായം 65. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. നിനക്കു തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്കു പരിഹാരം വരുത്തും. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരം അരുളുന്നു. അവൻ ബലം അരയ്ക്കു കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമനത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു.